നമസ്കാരം. ഇന്ന് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്തിട്ട് കൈയും കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിതിനെ അടച്ചു വെച്ച ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം തുറന്ന് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. തീ വളരെ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ തവി കൊണ്ട് തന്നെ ഒന്ന് കുത്തി നോക്കുക വെന്തോന്ന്. വെന്തെങ്കിൽ ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കളറൊക്കെ വന്ന് നല്ല മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നല്ല മുരിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. നല്ല ചൂട് ചോറ് നമുക്ക് മെഴുക്കുവരട്ടി കൂടെ കഴിക്കാം. Thank you for watching. Please like, share and subscribe. Take care and bye.